അപ്പം ബന്തെടുക്ക് കഴിഞ്ഞിട്ട് ആലട്ടി റോഡാണ് ഇപ്പോൾ ഇത്. ആലട്ടി റോഡ് ഇവിടുന്നും ബന്തെടുക്ക് കഴിഞ്ഞിട്ട് ആലട്ടിയിലേക്കുള്ള റോഡും നല്ല അടിപൊളി റോഡ് തന്നെ. ഇവിടെ അടുത്ത് തന്നെ കർണാടക ബോർഡർ കിട്ടുന്നത്. ആലട്ടിയിലേക്ക് ബന്തെടുക്കയിൽ നിന്ന് ആലട്ടിയിലേക്ക് ഏകദേശം ഒരു 18 കിലോമീറ്ററോളം ഉണ്ട്. നോക്കാം 75% ഇതുണ്ട്, ചാർജ് ഉണ്ട്. ഇടം വരെ എത്തി നോക്കാം. റബ്ബർ തന്നെ, ഫുള്ള് റബ്ബർ, 2 സൈഡ് റബ്ബർ തന്നെ. ഇവിടെ കുറച്ച് നല്ല വെളിച്ചം കൂടുതലുണ്ട് കേട്ടോ. സൂര്യപ്രകാശം കൂടുതലുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, വലിയൊരു കുന്നുണ്ടാ, അടിപൊളി കുന്ന്. ചിലപ്പോൾ ആ കുന്നിൽ നമുക്ക് കയറായിരിക്കും. റോഡ് അങ്ങനെ പോവും, പറയാൻ പറ്റില്ല. എല്ലാ കുന്നും കയറിയിട്ടാണ് ഈ റോഡ് പോകുന്നത് തന്നെ. ഇത് ചിലപ്പോൾ നമുക്കൊന്ന് മലയോര ഹൈവേ ആയിട്ട് തന്നെ തോന്നുന്നു എന്ന് പറയാം. മുകളിൽ തണുപ്പുണ്ട്, അടിയിൽ ചൂടുമുണ്ട്. അങ്ങനെ എന്നാലും നമ്മൾ യാത്ര പോകുമ്പോൾ വെല്ലം അറിയുന്നില്ല. ഇവിടത്തേക്ക് റോഡ് ലൈനിങ് കഴിഞ്ഞേട്ടാ, കുറച്ച് തന്നെ ലൈനുള്ളത്. ഇതിൻ്റെ അപ്പുറം ഒന്നും കഥ അറിയില്ല. നമുക്ക് ഏടെ ലൈന് കിട്ടും നോക്കാം. അത് നമുക്കൊന്ന് വീതിയുള്ളത്, പക്ഷെ റോഡ് സൂപ്പർ റോഡ്. ഇതിപ്പോൾ ഒരു കണക്കുണ്ടാവും വീതിൻ്റെ, അതായിരിക്കും. ഒരു മാർക്കിങ് ചെയ്യാത്തത്. അപ്പോൾ ഈ ഇത്ര വീതി ഉള്ള റോഡെല്ലായിരിക്കും മാർക്കിങ് ചെയ്തത്. അപ്പോൾ അപ്പുറത്ത് ഒരു മാർക്കിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ചില സ്ഥലത്ത് മാർക്കിംഗ് ഇല്ല, ചില സ്ഥലത്ത് മാർക്കിംഗ് ഉണ്ട്. അങ്ങനെ മാണിമൂലക്ക് 1 കിലോമീറ്ററേ ഉള്ളൂ ഇവിടുന്ന്. കല്ലുട്ടി പാർക്ക് മനസ്സിലാണ്, വായിക്കാനാ കിട്ടുന്നില്ല. എഴുതി വെച്ചിട്ടുണ്ട് ബ്രേക്ക് ആണിമൂല റോഡ് സ്പീഡ് വരുന്നുണ്ടാവും. അതായിരിക്കും ഇത് പുതിയ ലൈൻ ഇട്ടതാണ്. ഇപ്പോൾ അടുത്തിട്ട ലൈൻ തോന്നുന്നു. അതാ പുതിയ ലൈൻ, കുറേ കാലമൊന്നും ആയിട്ടില്ല ഈ ലൈനായിട്ട്. നല്ല കാശ് വാങ്ങും, മണക്കുന്നുണ്ട്. സൂപ്പർ തന്നെ, നല്ല അടിപൊളി എന്താ പറയുക റോഡെല്ലാം. അപ്പോൾ ഈ ഭാഗത്തൊന്നും കാസർഗോഡ് ജില്ലയിൽ അധികം ആളൊന്നും എത്തിയിട്ടുണ്ടായില്ല. ഓർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കേട്ടോ. എപ്പം ഇതിൽ പോകുന്ന ആൾക്കാർക്കല്ല. വീഡിയോ ഷെയർ ചെയ്യാം. അവിടെ ഫുള്ള് ഓപ്പൺ സ്ഥലം, ഫുള്ള് തെങ്ങ്. മാണിമൂല ജംഗ്ഷനിലേക്ക് എത്താനായിട്ടുണ്ട്. മാണിമൂലൻ്റെ ബോർഡ് കാണുന്നുണ്ട്, മാണിമൂല. ഇപ്പറല്ല ഫുള്ള് കവുങ്ങ്. കുറച്ച് എന്താ പറയുക, കുറച്ച് ചൂടിവിടെ കൂടുതലുണ്ട് കേട്ടോ. അങ്ങോട്ട് നിന്ന് വരുന്നതിനെ അപേക്ഷിച്ച് ഇങ്ങോട്ടേക്ക് കുറച്ച് ചൂട് കൂടുതലുണ്ട്. മാണിമൂലൊക്കെ എത്തിയിട്ടുണ്ട്. ചെറിയൊരു ജംഗ്ഷൻ. വീണ്ടും ഒരു കുഴിയിലേക്ക് വീണ്ടും പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ വലിയൊരു കുന്നുണ്ടാ, അങ്ങോട്ടേക്ക് വലിയ കുന്ന്.
നല്ല ചൂട് അടിക്കുന്നുണ്ട്. താഴെന്ന് ഇങ്ങനെ മുകളിലേക്ക് ചൂടടിക്കുന്നു, മുകളിൽ താഴേക്ക് തണുപ്പും അടിക്കുന്നുണ്ട്. ഇങ്ങനത്തെ സ്ഥലത്തും തന്നെ ഒരു ആശ്വാസം. വേഗര പിന്നെ ഒരു താഴ്ച. അതിർത്തി ഗ്രാമമായതുകൊണ്ട് നല്ല ക്യാമറ ഉണ്ട് ഫുള്ള് കേട്ടോ. കണ്ണാടിത്തോട് ഇത് കർണാടക ബോർഡർ കേട്ടോ. കേരള കർണാടക ബോർഡർ. കർണാടക ബോർഡറാണ്. ഇനിയിപ്പോൾ കർണാടകയാണ് നമ്മൾ പോകേണ്ടത്. KA-19 ആണ് രജിസ്ട്രേഷനാണ് പോലീസിനുള്ളത് ഇവിടെ. അപ്പോൾ കർണാടകയിലേക്കാണ് പോകുന്നുള്ളത്. ഇപ്പോൾ ഭയങ്കര ഇനി കാടാണ്. നല്ല തണുപ്പ് അല്ലെങ്കിൽ നല്ല തണുപ്പ്. ഇനി പേടിയാണ് നമുക്ക് ഒറ്റക്ക്. എൻ്റെ മോനെ ഇവിടെ വേറെന്തും ഉണ്ടായിരുന്നാന്ന് പേടിയാണ്. നല്ല തണുപ്പ്. മൃഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു പേടിയുണ്ട്. അവിടെ കാടാണ്, ഫുള്ള് കാട്. ഇതിലാദ്യമായിട്ട് ഞാൻ വരുന്നത്. ഈ സുള്ളിയൊക്കെല്ലാം പോകുന്ന വഴിയാണ്. ഇത് അടുത്താണ്, സുള്ളിയല്ല കേട്ടോ. അവിടുന്ന് റോഡ് സൂപ്പർ. ഇത് ഇപ്പം അടുത്തുണ്ടാക്കിയ റോഡാണിത്. ഇത് കർണാടക ഗവൺമെൻറ് റോഡാണ് കേട്ടോ. MDR കർണാടകയിലാണ്. 14 എഴുതിയിട്ടുണ്ട്. കിളികളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. എന്താ തണുപ്പ് പറയാം, സൂപ്പർ തണുപ്പിടെ. കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് എത്തിയിട്ട് ആ ബോർഡർ കഴിയുമ്പോൾ തന്നെ മലയും കുന്നന്നായി. സൂപ്പർ തണുപ്പ് പറയാം, സൂപ്പർ തണുപ്പ്. റോഡിൻ്റെ ആ ഒരു ചൂടുണ്ടാന്ന്. എൻ്റെ മോനെ പെട്രോൾ തന്നെ എനിക്ക് ഡൗട്ട്. 100 ആണ് അടിക്കണേ. 150 കിലോമീറ്റർ ആയിപ്പോൾ. ഇവിടെ പെട്രോൾ പമ്പ് ഉള്ളതെന്ന് അറിയില്ല. ചെറിയൊരു കമ്പി വേലിയുണ്ട് കേട്ടോ സൈഡ്. വെള്ളം തെറിക്കുന്നുണ്ട്. ഇങ്ങനെ വെള്ളം മൂട്ടയൊക്കെ തെറിക്കുന്നു. കുറച്ച് വെളിച്ചം കിട്ടി. റോഡ് എങ്ങനെയെന്നുള്ളത് നമുക്ക് കാണാം. പക്ഷേ ആലട്ടൂര് നല്ല റോഡാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. കേരളത്തിൻ്റെ ബോർഡർ മനസ്സിലായല്ലോ. മാണിമൂല, അതായത് കാസർഗോഡ് നിന്ന് കേരളത്തിൻ്റെ ബോർഡർ മാണിമൂലാണ്. മാണിമൂല കഴിഞ്ഞാൽ തന്നെ കർണാടക ബോർഡർ കിട്ടി.
ആണോടാ ഞാപ്പാ ഞാൻ എന്താ മോനെ മല കുറച്ച് കാട് കഴിഞ്ഞ ശേഷം വേറെ ഇങ്ങനെ കാട് വലിയ കാടില്ല ഞാൻ വിചാരിച്ച ഫുള്ള് കാട് തന്നെ ആയിരിക്കുന്നു പക്ഷെ കാടില്ല അങ്ങനെ റബ്ബറിൻ്റെ തോട്ടം അങ്ങനെയുള്ള ഒരു ഇത് മാത്രം കാണുന്നുള്ളത് നല്ല മാങ്ങ പൂട്ടുണ്ട് കാശ് മാങ്ങ അടിപൊളി സ്ഥലോട്ടാ നല്ല ജാതി മരം ഫുള്ള് കർണാടക തന്നെ കേട്ടാ ഇത് ഫുള്ള് കർണാടകയിലുള്ള ഇപ്പം ഞാൻ കർണാടകയിലാണ് ഇത് സ്ഥലത്തിൻ്റെ പേരറിയുന്നില്ല കന്നഡ ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത് അപ്പം ഇംഗ്ലീഷിലൊന്നും എഴുതിയിട്ട് കാണുന്നില്ല വില്ലേജ് ലിമിറ്റ് സ്ഥലത്തിന് പേര് കൊളിച്ചാർ എന്ന് എഴുതുന്നുണ്ട് സ്ഥലത്തിന് പേര് അപ്പോൾ കള്ള് കുടിച്ചിട്ട് ഡ്രൈവിങ് ചെയ്യാൻ പാടില്ല നിയമമുള്ളത് അപ്പോൾ അവിടുന്ന് വണ്ടിയും വെച്ചിട്ട് കള്ള് കുടിച്ചാൽ പിന്നെ നിയമം ലംഘനമായില്ല എന്താ ചെയ്യാ ഫുള്ള് കാട് ഫുൾ കാട് തന്നെ അടുത്ത് ഏത് ടൗണ് കിട്ടുന്ന ആടെ നമുക്ക് നോക്കാം എന്ത് അപ്പോൾ ഞാൻ ബന്ധെടുക്കാൻ കുറച്ചങ്ങ് പെട്രോൾ അടിക്കണം അതിന് ആ പെട്രോൾ അടിക്കാണ്ട് വന്നിട്ട് ഞാൻ തോറ്റുപോയി പേടിച്ചിട്ടാണ് ഡ്രൈവിങ് ആക്കുന്നില്ല ഇപ്പോൾ 160 കിലോമീറ്റർ വരെ എൻ്റെ കയ്യിൽ 3 നേരത്തെ പെട്രോൾ അടിച്ചു അതിന് ശേഷം പെട്രോൾ ഉണ്ടാവും എത്ര കിലോമീറ്റർ കിട്ടുമെന്ന് അറിയാം ഇപ്പോൾ പെട്രോൾ പമ്പ് പൊടിക്കാണ്ട് നമുക്ക് ഇതാക്കാൻ കഴിയാം കൊളിച്ചാറ് ഇത് വലിയുള്ളാഹി കുമ്പക്കോട് എന്നാ കുമ്പക്കോട് യൂണിറ്റ് കുമ്പക്കോട് എന്ന് പറഞ്ഞ സ്ഥലമാണിത് ഇവിടെ മലയാളത്തിലെല്ലാം എഴുതിയിട്ടുണ്ട് അവിടെ ബോർഡിൽ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് കുമ്പക്കോട് ഇവിടുന്ന് ആരോടെങ്കിലും ചോദിക്കണം പെട്രോൾ പമ്പ് അവിടെ കിട്ടണമെന്ന് ഇനി ആക്സിഡൻറ്റ് സോൺ ഡ്രൈവ് കെയർഫുള്ളി അപ്പം ആക്സിഡൻറ്റ് സോൺ എന്ന് എഴുതിയിട്ടുണ്ട് വൈൽഡ് ആനിമൽ സോൺ എന്നൊന്നും എഴുതിയിട്ടില്ല നോക്കാം അത് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണുന്നുണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് ആനൻ്റെ ഒക്കെ മുന്നറിയിപ്പ് കാണിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് മനസ്സിൽ പേടിയാണ് പൈമ്പച്ചാൽ ഒരു 6 മാർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു മനുഷ്യനില്ല ഇത്
അങ്ങനെ വണ്ടിയൊന്നും പോകുന്നൊന്നും കാണുന്നില്ല. ആന ഉണ്ടാവും എന്നുള്ള ഇത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ വേറെ അള്ളാവാലോ മനസ്സിൽ ചെറിയൊരു പേടിയുണ്ട്. ഈ റൂട്ടിൽ പോയിട്ടുള്ള ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളെ എക്സ്പീരിയൻസ് എന്തെന്ന്, ഇത് ഈ റോട്ടിൽ മുമ്പ് വന്നിട്ടുള്ള എക്സ്പീരിയൻസ്. അതായത് ഇതെല്ലാം മണ്ണിടിച്ച് നടന്നിട്ടുണ്ട് ചെറിയ. അപ്പോൾ നിങ്ങളെ ഈ എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞു തരണം, അതിൽ കമൻറ്റിലിട്. സംഭവം കിടുക്കാച്ചി. ആരോടെങ്കിലും ചോദിക്കണം. ഇപ്പോൾ പെട്രോൾ പമ്പ് അടുത്തുനിന്ന് ഇപ്പോൾ വണ്ടിയെല്ലാം കാണുന്നുണ്ടോ? ഓരോരു വണ്ടിയിൽ വരുന്നുണ്ട്. അവിടെ എന്തിപ്പോൾ എന്തോ മരം വീണ് ഒടിഞ്ഞ് ഏല് വീണു പറ്റില്ല. റോഡ് കിടുക്കാച്ചി റോഡ് തന്നെ. നമ്മളെ കേരളത്തിലുള്ളതായ റോഡ് തന്നെ. എല്ലാ അടിപൊളി ഇത് ചെയ്തതാണ്, മെക്കാടം ചെയ്തതാണ്. ആന ഉണ്ടാകാറുണ്ടാന്ന് പേടി. കുഞ്ചെടുക്കാന്ന് എഴുതിയിട്ടുണ്ട് അവിടെ ഇംഗ്ലീഷിൽ. പാറയിലുണ്ട് കേട്ടോ. അതാ പാറ കണ്ട പാറ. എന്താ മോനെ, ഓരോ ഇരുട്ട് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിൽ പേടിയായിരുന്നു. കാടല്ലേ മൊത്തം. എവിടെ ആന ഉണ്ടാവുമെന്ന്, എവിടെ പുലി ഉണ്ടാവുമെന്ന് അല്ലാവാലോ. ഒരു പേടിയുണ്ട് മനസ്സിൽ. എപ്പോൾ അറ്റാക്ക് ഉണ്ടാവുമെന്ന് തന്നെ അറിയില്ല. ഈ കാട്ടിൽ ഫുള്ള് ഫോറസ്റ്റ് തന്നെ. അതാ ഒരു കർണാടക ബസ് വരുന്നുണ്ട്. എന്താ മോനെ, അതിൽ ഫുള്ള് കന്നഡല്ലേ എഴുതിയിട്ടുള്ളത്. ഇവിടെ ബന്തെടുക്കുള്ള ബസ്സപ്പാ. പസുമ്പ ഉണ്ട്. വലിയൊരു ഇതല്ല ടേണിങ് ആയിപ്പോയി. കുറച്ച് നേരെ ഒരു ടൗണിലേക്ക് എത്തിയാൽ മതി പെട്രോൾ അടിക്കാൻ ഒരു പമ്പിലേക്ക് എത്തിയാൽ മതിയായിരുന്നു. ഏട്ടാ അടുത്ത് പെട്രോൾ പമ്പ് ഉണ്ടോ? പെട്രോൾ പമ്പ് ഉണ്ട് അടുത്ത്? സുള്ളിയല്ലേ? എടാ അങ്ങോട്ടാ? ആയി. അവിടെ മലയാളം മിക്സ്. മലയാളം മിക്സാണ്. ചെറിയൊരു വെള്ളം പോകുന്ന സ്ഥലം ചാലുക. നോക്കാം, അടം വരെ എത്തി നോക്കാം. 120 കിലോമീറ്റർ എൻ്റെ റേഞ്ചിലുണ്ട്. അതിന് ശേഷം പെട്രോൾ ഉണ്ടാവും. ഒരു 40 കിലോമീറ്റർ വരെ പോകുന്ന പെട്രോൾ ഉണ്ടാവും ഇതിൽ. ഇങ്ങനെ തണുപ്പ് വരുന്നതാ. നല്ല തണുപ്പ് വരുമ്പോൾ ഒരു കാട് വരുമ്പോൾ ഒരു ആശ്വാസമുണ്ട്. നല്ല തണുപ്പ്. പക്ഷെ ഇവിടെ കാറ്റ് അറിയുന്നില്ല കേട്ടോ. അതന്ന് ഉള്ളിയൊക്കെ എത്തണമല്ലോ പെട്രോൾ പമ്പിന്. അപ്പോൾ മാപ്പ് നോക്കുമ്പോൾ 18 കിലോമീറ്റർ കാണിച്ചു. ഞാൻ 18 കിലോമീറ്റർ നമുക്ക് എത്തും. എയ്ത്തറിടാ ചാർജിങ് വണ്ടി. അതാണ് വെറുതെ ഇവിടെ നല്ല അതന്നെ വണ്ടി വേണ്ടത്. എയ്ത്തറ നല്ല തേനും എടുക്കുന്നുണ്ട്. തേൻ്റെ ഇതുണ്ടാവും നമുക്ക് തോന്നുന്നത്. KA 21 രജിസ്ട്രേഷൻ ഇവിടെ കാണിക്കുന്നുള്ളത്. പുള്ളിയ ആയിരിക്കും KA 21.
നാച്ചുറൽ മണമാണ് ഇടല്ലോ, നല്ല നാച്ചുറൽ മണം. നല്ല കാരണം ക്ലിയർ ഓക്സിജൻ ആയിരിക്കും ഇവിടെ. നമ്മൾ ശ്വസിക്കുന്നുണ്ടല്ലോ ഇവിടെ, ക്ലീൻ ഓക്സിജൻ അതായിരിക്കും നമ്മൾ ശ്വസിക്കുന്നത്. അവിടുന്ന് ഒരു കുപ്പി വെള്ളം എടുക്കണം അവിടെ നിന്ന് വീട്ടിൽ നിന്ന്. നല്ല തണുപ്പുണ്ടാകും വെള്ളം. നല്ല ഫിൽറ്ററാണ് ഇവിടുന്ന്. ഫിൽറ്റർ വെക്കേണ്ട ആവശ്യമില്ല, അങ്ങനത്തെ ഫിൽറ്റർ വാട്ടർ ആയിരിക്കും ഇവിടെ ഉണ്ടാകുക. നല്ല റബ്ബർ, നല്ല തണുപ്പുണ്ടാവും അവിടെ. A21 ഇവിടെ കുറച്ച് ചൂടറിയാം കേട്ടാ. ഓവർടേക്കാക്കാൻ കഴിയില്ല, കാരണം വളവ് ഇരുള്ള റോഡാണ്. ഇതിൽ വിടും. പേരെന്ത് പേര്? വയലാണ് റോഡ്. ഇവിടെ റെസിഡൻറ്റ് റോഡ് ഇല്ല. ഇവിടുന്ന് 3.5 കിലോമീറ്റർ ഉണ്ട് ഒരു പെട്രോൾ പമ്പ് കിട്ടണമെങ്കിൽ. അതൊരു ടൗണാണ്. അതിലാണ് 4 ടിക്ക് പോകുന്ന റോഡാണ്. 4 ടിക്ക് പോകുന്ന റോഡത്. ഞാൻ പെട്രോൾ അടിക്കാതായിരുന്നു. 3.5 കിലോമീറ്റർ ഉണ്ട്. ഓക്കെ, ഫുള്ള് കാട്, റബ്ബർ എസ്റ്റേറ്റ്. നല്ല കമ്പി വേലി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ആന വരുന്നതിന് വേണ്ടിയിട്ട് എന്നല്ല, കമ്പി വേലി കെട്ടിയാണ്. ചിലപ്പോൾ ബോർഡറായിരിക്കും, ഇങ്ങനെ സ്ഥലത്തിൻ്റെ ബോർഡർ. നല്ല റോഡല്ല, നല്ല റോഡ്. തുടങ്ങി ഭക്ഷണം കഴിച്ചിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് വണ്ടിയെല്ലാം കാണാൻ തുടങ്ങി. കുറച്ച് ചൂടുണ്ട് കേട്ടോ ഈ ഭാഗത്ത്. ഇവിടെ വണ്ടീൻ്റെ ചൂടാണെന്ന് അറിയില്ല. വീണ്ടും ഒരു കാട്ടിലേക്ക് നമ്മൾ എത്തുന്നതായിട്ട് കാണുന്നുണ്ട്.
പച്ചപ്പല്ല പച്ചപ്പല്ല ഫുള്ള് പച്ചപ്പ്. എന്തോ കാട്ടിലെന്തോ ഇതുണ്ട്. ഇപ്പോൾ ടൗൺ എത്തുന്നതിൻ്റെ തന്നെ ഒരു ഐഡിയാളാണ് കേട്ടാ. സ്മെല്ല് ഇവിടെ ഇതുണ്ട്. ആദ്യമായിട്ട് വരുന്നൊരു റൂട്ടും കൂടിയാണിത്. ആദ്യം വരുന്ന റൂട്ടാണിത്. കർണാടകയിലെ ഏതോ ഒരു സ്ഥലം, പേരറിയില്ല, ഇംഗ്ലീഷിൽ പോലും. അത് ഇത് നമ്മളെ പയസ്സിനി പുഴയാണിത്. ഈ പുഴ എത്തുന്നത് നമ്മളെ ചന്ദ്രഗിരി. ഈ പുഴയിൽ നടന്നെങ്കിലേ നമ്മളെ നാട്ടിലേക്ക് എത്തും. അതായത് ഇവിടെ ഒരു ഇതുണ്ട്, കുഞ്ഞോല കുളിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഈ പുഴയാണ് നമ്മളെ ചന്ദ്രഗിരി പുഴയിലേക്ക് എത്തുന്നത്. ഉള്ള കച്ചറ വെള്ളം തോന്നുന്നു അവിടെ വരുന്നത്. അപ്പുറം ഒരു ഇതുണ്ട്, അണക്കെട്ടുണ്ട്. ഇവിടെ വെള്ളം ബ്ലോക്ക് ആക്കിയിട്ട് വെക്കുന്നു, വെറുതെ അല്ല. പിന്നെ അവിടെ നമുക്ക് വെള്ളം വരുന്നേ നമ്മളെ ക്യൂറ് പാലുണ്ടല്ലോ, പുഴയിലേക്ക് വരുന്ന റോഡാണ്. അതായത് കാസർഗോഡ് ജില്ലയിലേക്ക് എത്തുന്ന ഇത് പുഴ. ഇവിടെ ഒരു അണക്കെട്ടുണ്ട്, വേറെ വന്നാടെ നമുക്ക് വെള്ളം വരുന്നത്. എന്താ ഫുള്ള് ബ്ലോക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ചെറിയൊരു ബണ്ട് ഫുള്ള് അങ്ങോട്ട് നല്ല അപ്പുറം ഫുള്ള് വെള്ളമുണ്ട്. അടിപൊളി സ്ഥലം കേട്ടോ. കർണാടകയിലാണ് ഇപ്പോൾ ഇതുള്ളത്. ഈ സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയില്ല, അറിയുന്നവർ പറഞ്ഞോ, മാപ്പിൽ നോക്കി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളെ കാസർഗോഡ് ചന്ദ്രഗിരി പുഴയിലേക്ക് എത്തുന്ന പുഴയാണിത്, പയസ്സിനി പുഴയാണിത്. അപ്പോൾ അവിടെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. ഓക്കെ, നല്ല കുൽക്കം. ഈ മഴ പെയ്തിട്ട് ചിലപ്പോൾ ഈ അണക്കെട്ടെല്ലാം തുറക്കുമ്പോൾ നമ്മളെ നാട്ടിലേക്ക് നല്ല വെള്ളം വരുന്നത്, മനസ്സിലായോ? അപ്പോൾ ഈ കർണാടകയിൽ മഴ പെയ്തിട്ടാകുമ്പോൾ ഈ ഭാഗത്ത് മഴ പെയ്തിട്ട് നല്ലോണം ആ ഷട്ടറെല്ലാം ഫുള്ള് വെള്ളം നിറഞ്ഞിട്ടാകുമ്പോൾ ഒരയച്ച് വിടുമ്പോൾ നമുക്ക് അടുത്തേക്ക് ഭയങ്കര വെള്ളം വാറ് വരുന്നത്. ചില സമയത്ത് പെട്ടെന്ന് വെള്ളം വാറെല്ലാം വരുന്നില്ലേ, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പൊടി വാറുന്നത് ഇപ്പോൾ ടൗൺ ഏരിയ എത്തിയ തൊട്ട് അങ്ങനെ ചൂടും കൂടി. അതാ സ്ഥലത്തിൻ്റെ പേരെന്ത്, സുള്ളിയ ആലട്ടി സുള്ളിയ റോഡ് എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ സുള്ളിയെന്ന് തോന്നുന്നു കേട്ടാ, സുള്ളിയയിൽ പെട്ട സ്ഥലം ഇത്. ആൾക്കാരെ കണ്ടു തുടങ്ങി. ഭക്ഷണമായിട്ടില്ല വരുന്ന ഇത് സുള്ളിയ ടൗണിൽ നിന്നുള്ള ദൃശ്യമാണ് കാണുന്നുള്ളത്. സുള്ളിയ ടൗൺ കേട്ടാ. അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, സുള്ളിയ ടൗൺ ആണത്. അവിടെ പെട്രോൾ പമ്പ് ഉണ്ട്, പെട്രോൾ അടിച്ചിട്ട് നമുക്ക് നേരെ നാട്ടിലേക്ക് പോവാം. സുള്ളിയ ടൗണാണിത്. അപ്പം
വിചാരിക്കാണ്ട് സുല്ല ടൗണിലേക്ക് എത്തി. ആലട്ടി പിടിച്ചത് പക്ഷേ സുല്ലാട്ടേക്ക് എത്തി. സുല്ല ടൗൺ കുറച്ച് വലിയ ടൗൺ തന്നെ കേട്ടോ.